ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും മനോഹരമായിരിക്കുന്ന ഒരു പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവിൽ ഒരിക്കൽ കൂടെ കണ്ടുമുട്ടുവാൻ, ദൈവശബ്ദവുമായി ആമേനായിരിക്കാൻ ദൈവം തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായും ഞാൻ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ നന്മകളെ കാണുവാൻ, ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ, ദൈവം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിനകത്ത് തരുന്ന എല്ലാ വലിയ അനുഭവങ്ങൾക്കായും ദൈവത്തിന് നന്ദി പറയാം. ഓരോ ദിവസവും ദൈവം നമ്മെ അത്ഭുതത്തിനകത്തൂടെ നടത്തുകയാണ്. ഓരോ ദിവസവും ദൈവം നമ്മെ അതിശയകരമായി സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തുകയാണ്. ഒരു ദിവസം ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ദൈവത്തിൻ്റെ ദൂത് കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു ദിവസം ദൈവശബ്ദം നമ്മൾ കേട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര ഭാരമാണ്. ഒരു ദിവസം നമുക്ക് ദൈവത്തിൻ്റെ ദൂത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അന്ന് നമ്മൾ എന്തോ തളർന്നതുപോലെ ഇരിക്കും. അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും വേദപുസ്തകം വായിക്കുകയും ഓരോ ദിവസവും ദൈവശബ്ദം കേട്ട് മുൻപിലേക്ക് കാലുവെക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തോറ്റുപോകില്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോകില്ല, നിങ്ങൾ തളർന്നു പോകില്ല. ആമേൻ. ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയുകയാണ്, ദൈവത്തിൻ്റെ കരം നിങ്ങളോടൊപ്പം ഇരിക്കും. നിങ്ങൾ നിരാശപ്പെട്ടു പോകാൻ ഇടവരികയില്ല. എന്നാൽ എന്നോട് ദൈവം സംസാരിച്ച ഒരു ദൈവശബ്ദത്തെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കിട്ടും. ഓരോ ദിവസവും ദൈവത്തിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിക്കും. അങ്ങനെയെങ്കിൽ എനിക്ക് ഇന്നലെ കേട്ട ഒരു ദൈവശബ്ദമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്നൊരു കാര്യമാണ്. മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് പറയുന്നു. മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് പറയുന്നു. പ്രിയരെ, ഒത്തിരി ദൂത് നമ്മൾ ഇതിനകത്തുനിന്ന് കേട്ടിട്ടുണ്ട്, ഒത്തിരി ദൈവശബ്ദം നമ്മൾ ഇതിനകത്തുനിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ ഇന്ന് പകൽ വ്യത്യസ്തമായൊരു ദൈവിക ശബ്ദത്തിനകത്തൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം നമ്മെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ പുതിയ വഴികളിലൂടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ അസാധാരണമായ ഒരു ലീഡിങ്ങിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ മുൻപിലേക്ക് പോകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ മോശയോട് ദൈവം പറയുകയാണ്, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒത്തിരി വചനങ്ങൾ, ഒത്തിരി ദൂതുകൾ ഇതിനകത്തുനിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇതിനകത്തുനിന്നൊരു ശബ്ദത്തെ കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ വചനവുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ കേട്ട ദൈവശബ്ദം ഇങ്ങനെയാണ്. ആ ദൈവശബ്ദത്തെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. മോശയോട് ദൈവം പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് പറയുന്നു. എന്താണ് അതിന് അർത്ഥം? മോശേ, ഇന്ന് വരെ നീ നടന്നത് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടാണ്. മോശേ, ഇന്ന് വരെ നീ നടന്നത് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടാണ്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണമേ. മോശ കൊട്ടാരത്തിൽ നിന്നും തിരിച്ചറിവോടുകൂടി ദൈവജനത്തിൻ്റെ നടുവിലേക്ക് കടന്നു വന്ന് മോശയുടെ ഒരു കയ്യബദ്ധത്താൽ ഒരാൾ മരിക്കുന്നു. അങ്ങനെ മോശ അവിടം വിട്ട് ഓടുന്നു. മോശയ്ക്ക് സപ്പോർട്ട് പറയാൻ ആരുമില്ല, കൂടെ ചേർത്ത് നിർത്താൻ ആരുമില്ല. അപ്പോൾ പലരുടെയും വാക്ക് കേട്ട് ഇറങ്ങിയിട്ട് നിരാശയ്ക്കകത്തായിരിക്കുന്ന, ദുഃഖത്തിനകത്തായിരിക്കുന്ന, ഭാരങ്ങളകത്തായിരിക്കുന്ന, വേദനയ്ക്കകത്തായിരിക്കുന്ന ഒത്തിരി ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പലരുടെ വാക്കും കേട്ട് നിങ്ങൾ ക്ഷീണിച്ചു പോയിരിക്കാം, നിങ്ങൾ തളർന്നു പോയിരിക്കാം, നിങ്ങൾ ഭാരപ്പെട്ടു പോയിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളൊരു പുതിയ നടത്തിപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. പുതിയൊരു നടത്തിപ്പ്. ഇന്നലെ വരെ നിങ്ങൾ പോയതുപോലെയല്ല, ഇന്നലെ വരെ നിങ്ങൾ ആശ്രയിച്ചതുപോലെയല്ല, ഇന്നലെ വരെ നിങ്ങൾ കണ്ടതുപോലെയല്ല. ഇന്നു മുതൽ ദൈവവുമായിട്ടൊരു പുതിയ നടത്തിപ്പ്. ഇവിടെ മോശയ്ക്ക് ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുകയാണ്. മോശയുടെ ജീവിതത്തിനകത്ത് ദൈവവുമായിട്ടൊരു വലിയ എൻകൗണ്ടർ മോശയുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുകയാണ്. എന്താണ് ആ എൻകൗണ്ടർ? മോശ ഒരു തീയെ കാണുകയാണ്. ആ തീയുടെ അടുക്കലേക്ക് മോശ ചെല്ലുമ്പോൾ ആ തീയുടെ അടുക്കൽ നിന്ന് ഒരു ശബ്ദം മോശയോട് സംസാരിക്കുന്നു. നാളിതുവരെ തീ സംസാരിച്ചതായിട്ട് നമ്മളിതുവരെ കേട്ടിട്ടില്ല. നാളിതുവരെ ആരോട് സംസാരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഒത്തിരി നമ്മൾ കാണുന്നുണ്ട്. പലയിടത്തും തീ കത്തുന്നുണ്ട്. സ്തോത്രം ഹാലി. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മോശയോട് ദൈവത്തിൻ്റെ തീ സംസാരിക്കാൻ തുടങ്ങി. മോശയോട് ദൈവത്തിൻ്റെ തീ സംസാരിച്ചു തുടങ്ങി. സ്തോത്രം. അതിനർത്ഥം എന്താ? ഇന്ന് വരെ നീ കണ്ടതുപോലെയല്ല. നീ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് കയറി വരുമ്പോൾ, ദൈവശബ്ദത്തിനകത്തേക്ക് കയറി വരുമ്പോൾ ഇതുവരെ കാണാത്തത്, ഇതുവരെ കേൾക്കാത്തത്, ഇതുവരെ നിനക്ക് പ്രാപിക്കാൻ കഴിയാത്തത്, സാധാരണ നീ കണ്ടുവരുന്ന എല്ലാ
കാര്യങ്ങളിൽ നിന്നും ഓരോ ചെറിയ കാര്യത്തിൽ നിന്ന് അകത്ത് നിന്ന് പോലും ദൈവത്തിൻ്റെ ശബ്ദത്തെ നിൻ്റെ ജീവിതത്തിനകത്ത് നിനക്ക് വെളിപ്പെട്ട് വരുമെന്നല്ലേ. അങ്ങനെ മോശ ഒരു എൻകൗണ്ടറിൻ്റെ മുമ്പിലേക്ക് കടന്നു പോവുകയാണ്. ആ തീക്കകത്ത് വെച്ച് മോശയോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ദൈവശബ്ദം മോശയോട് പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. ഒരു പുതിയ നടത്തിപ്പ് എന്നൊരു ദൈവശബ്ദമാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. ഒരു പുതിയ നടത്തിപ്പ്. ഇന്നലകളിൽ മനുഷ്യൻ്റെ വർത്തമാനങ്ങൾ കേട്ട്, ഇന്നലകളിൽ മനുഷ്യൻ്റെ നടത്തിപ്പ് കണ്ട്, ഇന്നലകളിൽ മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങൾ തളർന്നു പോയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവവുമായിട്ടൊരു എൻകൗണ്ടറിലേക്ക് വരുമ്പോൾ, ദൈവവുമായിട്ടൊരു കണ്ടുമുട്ടലിനകത്തേക്ക് വരുമ്പോൾ ഒരു വ്യത്യസ്തമായൊരു നടത്തിപ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ ദൈവിക ആലോചന നിങ്ങളോട് പറയുമ്പോൾ നടന്ന മടുത്തവർ മോശ എന്താ ചെയ്തത്? മോശ ചെയ്തത് പലയിടത്തുനിന്ന് ഓടി മറയുകയായിരുന്നു. സ്തോത്രം. പക്ഷേ എന്നാൽ ദൈവത്തെ മോശ അന്വേഷിച്ചു വന്നു. മോശെ, നീ പലരുടെയും വാക്ക് കേട്ട് പലയിടത്തും ഓടിപ്പോകേണ്ടവനല്ല. നിൻ്റെ വാക്കിനകത്ത് ദൈവം പ്രവർത്തിക്കും. നിൻ്റെ ജീവിതം ദൈവം തിരുത്താൻ വേണ്ടി പോവുകയാണ്. നീ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഓടി നടക്കുകയില്ലേ? നീ മനുഷ്യൻ്റെ വാക്ക് കേട്ട് നിൻ്റെ നടത്തങ്ങൾ, നിൻ്റെ നടത്തിപ്പ്, നീ പോകുന്ന വഴികളൊക്കെ പരാജയമാണ്. എന്നാൽ ദൈവം മോശയോട് പറയുന്ന ഒരു വാക്കാണ്, മോശെ, ഇന്നു മുതൽ നിൻ്റെ നടത്തിപ്പ് മാറാൻ വേണ്ടി പോവുകയാണ്. ഇന്നു വരെ നിൻ്റെ കാല് നിന്നെ നയിച്ചു, പക്ഷേ ഇന്നു മുതൽ നിന്നെ ഒരു അഭിഷേകത്തിൻ്റെ തീ നയിക്കും. ഇന്നു വരെ നിന്നെ മനുഷ്യൻ്റെ വാക്ക് നയിച്ചു, എന്നാൽ ഇന്നു മുതൽ ദൈവത്തിൻ്റെ അഭിഷേകം നിന്നെ നയിക്കും. ദൈവത്തിൻ്റെ വാക്ക് നിന്നെ നയിക്കും. ഞാൻ ചേർത്ത് പറഞ്ഞു പോവുകയാണ്, പെട്ടെന്ന് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. ഒന്ന്, മോശ കേട്ടത് സ്വതന്ത്രം ദൈവശബ്ദം തീക്കകത്തുനിന്ന്. ഒന്ന്, അന്നു മുതൽ മോശ ദൈവത്തോടൊരുമിച്ച് നടക്കാൻ തുടങ്ങി. രണ്ട്, അന്നു മുതൽ മോശ പ്രവചനത്തോടൊരുമിച്ച് നടക്കാൻ തുടങ്ങി. രണ്ട്, സ്വതന്ത്രം മൂന്നാമത്തെ കാര്യം, അന്നു മുതൽ ദൈവിക അടയാളങ്ങളോടുകൂടി നടക്കാൻ തുടങ്ങി. സ്വതന്ത്രം നാലാമത്തെ കാര്യം, അന്നു മുതൽ ഏറ്റവും പിറകിലല്ല മുമ്പിൽ കൂടെ നടക്കാൻ തുടങ്ങി. പ്രിയ ദൈവവചനേ, ഇന്ന് പകൽക്കാലം ദൈവവുമായിട്ടൊരു എൻകൗണ്ടറിനകത്ത് കയറി വരുന്നെങ്കിൽ, ഒരു ദൈവശബ്ദത്തിനകത്തേക്ക് കയറി വരുന്നെങ്കിൽ, ഇന്നലകളിൽ നിങ്ങളുടെ നടത്തിപ്പുകൾ പരാജയമായിരിക്കാം. ഇന്നലകളിൽ നിങ്ങളെ നടത്തിയവർ പരാജയപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ മാനുഷികമായ സൗഹൃദ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി പരാജയങ്ങളും നിരാശകളും തന്നിരിക്കാം. പക്ഷേ മോശയുടെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിച്ചു? മോശ ദൈവത്തിൻ്റെ തീക്കകത്തേക്ക് കയറിപ്പോയപ്പോൾ, സാന്നിധ്യത്തിനകത്തേക്ക് കയറിപ്പോയപ്പോൾ മോശയോട് സാന്നിധ്യം സംസാരിക്കുകയാണ്, നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. ഇന്നു മുതൽ ഒരു പുതിയ നടത്തിപ്പിനകത്തേക്ക് നീ പോവുകയാണ്. എന്താ നടത്തിപ്പിൻ്റെ പ്രത്യേകത? ഒന്ന്, നീ ദൈവശബ്ദമുള്ളവനായി മാറും, ദൈവശബ്ദമുള്ളവനായി നടക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, നീ ദൈവത്തിൻ്റെ പ്രവചനമുള്ളവനായിട്ട് നടക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ദൈവത്തോടു കൂടെ നടക്കും. നാലാമത്തെ കാര്യം, നീ ദൈവത്തിൻ്റെ അടയാളമുള്ളവനായിട്ട് നടക്കും. നിൻ്റെ നടത്തിപ്പിനകത്ത് ഒരു വ്യത്യാസം വരാൻ വേണ്ടി പോവുകയാണ്. നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പ് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. മനുഷ്യൻ നടത്തുന്നത് പോലെയല്ല ദൈവം നടത്തുന്നത്. അത്ഭുതകരമായി, അതിശയകരമായി, മറ്റാർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ 2026 നിന്റെ മേൽ ഒരു നടത്തിപ്പ് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളൊരു എൻകൗണ്ടറിന് തയ്യാറാണോ? നിങ്ങൾ ദൈവവുമായിട്ട് കണ്ടുമുട്ടുവാൻ ഇന്നത്തെ പ്രാർത്ഥനയിൽ, ഇന്നത്തെ ആരാധനയിൽ, ഇന്നത്തെ ഉപവാസത്തിനകത്ത്, ഇന്നത്തെ കണ്ണുനീരിനകത്ത് ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവവുമായിട്ട് എനിക്കൊരു എൻകൗണ്ടർ ഉണ്ട്. ദൈവവുമായിട്ട് ഇന്ന് പകലിൽ ഞാനൊരു ആത്മീകമായിട്ടൊരു എൻകൗണ്ടറിനകത്ത് കയറിയാണ്. ഇതെൻ്റെ ജീവിതത്തെ തിരിക്കും. നിശ്ചയമായും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടും. നിങ്ങളൊരു പുതിയ നടത്തിപ്പിലേക്ക് പോവുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.